Good morning, students. In this session, we will study in detail about the lymphocyte. Last class, we were discussing the topic of immunology, and we have discussed about the structure of antibody. We know the antibodies are produced from the lymphocyte, particularly from the B lymphocyte. And we have studied about the different lymphoid organs, primary lymphoid organ, then secondary lymphoid organs. By the time we have studied that it is from the primary lymphoid organs that the lymphocytes are formed, that is B and T lymphocytes get proliferated and matured and get differentiated. Mainly the B lymphocyte get proliferated, matured and differentiated from the bone marrow, while T lymphocytes are matured in the thymus gland, isn't it? So in this session we will study in detail about only the lymphocyte. There are mainly two types of lymphocyte, B lymphocyte and T lymphocyte. Actually, what are lymphocyte? Lymphocytes എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ബ്ലഡ് സെൽസ്, നമുക്ക് RBC സെല്ലുകളും അതേപോലെ WBC സെല്ലുകളും ഉണ്ട്. അതുകൂടാണ്ട് പ്ലേറ്റ്ലെറ്റ് സെൽസും ഉണ്ട്. അതിനകത്ത് WBC സെല്ലുകൾ തന്നെ എഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റ്സും ഉണ്ട്. അതിനകത്ത് ഗ്രാനുലോസൈറ്റ്സ് വന്നിട്ട് ഈസ്നോഫിൽ, ബേസോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ. എഗ് ഗ്രാനുലോസൈറ്റ്സ് മോണോസൈറ്റ്, അതേപോലെ ലിംഫോസൈറ്റ് ആണ് എഗ് ഗ്രാനുലോസൈറ്റുകളായിട്ടുള്ള WBC സെല്ല്. അതിനകത്ത് ഒരു ടൈപ്പ് എഗ് ഗ്രാനുലോസൈറ്റ് ആയിട്ടുള്ള WBC സെല്ലാണ് ലിംഫോസൈറ്റ്. ഓക്കെ, ലിംഫോസൈറ്റ്സ് മെയിൻലി നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചല്ല കേട്ടിട്ടുള്ളതിൽ ബിയും ടിയും ലിംഫോസൈറ്റ്സ് മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അത് കൂടാണ്ട് നൾ സെൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ലിംഫോസൈറ്റ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ദേ ആർ അതർവൈസ് നോൺ ആസ് നാച്ചുറൽ കില്ലർ സെൽസ്. ഓക്കെ, നൾ സെൽസ് എന്ന് അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്നും അറിയപ്പെടുന്ന അതും ലിംഫോസൈറ്റ് സെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ബി, ടി ആൻഡ് null cells or natural killer cells, they are also lymphocyte. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബി സെൽസിനെ പറ്റിയിട്ടും പിന്നെ ബി സെൽസിൽ തന്നെ ബി സെൽ വീണ്ടും പ്രോളിഫറേറ്റ് ചെയ്ത് കഴിഞ്ഞുണ്ടാവുന്ന രണ്ട് ടൈപ്പ് സെല്ലുകളുണ്ട്, പ്ലാസ്മ സെല്ലും അതേപോലെ മെമ്മറി സെല്ലും. ഈ രണ്ട് സെല്ലിനും കൂടെ നമ്മൾ ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ബി സെൽസ്, ദേ ആർ ദി ഓൺലി സെൽസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡി. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു. 5 ആൻറ്റിബോഡി ഉണ്ടല്ലേ, IgG, IgA, M, പിന്നെ IgD, പിന്നെ IgE, അങ്ങനത്തെ 5 ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. ഈ ആൻറ്റിബോഡീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി സെല്ലുകളാണ്, അല്ലെങ്കിൽ ബി ലിംഫോസൈറ്റ് സെല്ലുകളാണ്. ക്ലിയർ ആയോ? സോ ബി സെൽസ് ആർ the only cells which are capable of producing antibodies. Okay, ഇനി ഈ ബി സെൽസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഠിച്ചേ? ഫ്രം ദി പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. ഏത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ? പെർട്ടിക്കുലർലി ഇൻ ദി ബോൺ മാരോ. ബോൺ മാരോയിൽ നിന്നാണ് ബി ലിംഫോസൈറ്റ് അത് ഒത്തിരി പ്രോളിഫറേറ്റ് ചെയ്യുകയും അതേപോലെ അത് മെച്യൂർ ആവുന്നതും അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ബോൺ മാരോയ്ക്കകത്ത് വെച്ചിട്ടാണ്. ടി സെൽസിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതിൻ്റെ മെച്യൂറേഷൻ നടക്കുന്നത് തൈമസ് ഗ്ലാൻഡ് എന്നാണ്. ഓക്കെ, പക്ഷേ ഈ ചെറിയൊരു ഫീറ്റൽ സ്റ്റേജസിലൊക്കെ, ഓക്കെ, ഫീറ്റൽ സ്റ്റേജസിൽ ബോൺ മാരോ ഒന്നും കറക്റ്റായിട്ട് ഒരു ബി സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയില്ല ബോൺ മാരോയ്ക്ക്. പകരം ഫീറ്റൽ സ്റ്റേജസിലൊക്കെ ബി സെൽസ് അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സ്, ദേ ആർ മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഫീറ്റൽ ലിവർ. ലിവറിൽ നിന്നാണ് ഒരു കംപ്ലീറ്റ് ബി സെൽ ലീനിയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീറ്റൽ സ്റ്റേജസിൽ. അതിനുശേഷം ലിവറിൽ നിന്ന് സ്റ്റെം സെൽസ് വേഗം തന്നെ മൈഗ്രേറ്റ് ചെയ്ത് ബോൺ മാരോയിലോട്ട് എത്തിച്ചേരുന്നു. അതിനുശേഷമാണ് ബോൺ മാരോയിൽ കംപ്ലീറ്റ് കണ്ടിന്യൂസ് പ്രോളിഫറേഷൻ നടന്ന് ബി സെൽസ് ഉണ്ടായി അത് പിന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നതൊക്കെ. ഓക്കെ, സോ ഇൻ മാമൽസ് ദ ബി സെൽ ലീനിയേജ് starts in the fetal liver and the stem cell then get migrated to the bone marrow and continue proliferation. Okay,
they mature within the bone marrow and then enter in the bloodstream. മെച്ചുറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യും. ഈ ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെൽസിന് മാത്രമേ ഏതെങ്കിലും ഒരു ആൻറ്റിജൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശേഷി ഈ ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുറേഷൻ കഴിഞ്ഞ സെല്ലുകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ, then each B cell produce a single species of antibody. ഞാൻ പറഞ്ഞു ആൻറ്റിബോഡീസ് അഞ്ച് ടൈപ്പ് ഉണ്ടല്ലേ. IgGയുടെ പെക്യുലിയർ ഫീച്ചേഴ്സ് അല്ല, അല്ലെങ്കിൽ IgGക്കുള്ള അമിനോ ആസിഡ് സീക്വൻസുകളല്ല IgMനുള്ളത്. ഓരോ ആൻറ്റിബോഡിയും യുണീക്കാണ്. ഓക്കെ, IgGക്കുള്ള സീക്വൻസുകൾ പ്രത്യേകിച്ച് ഈ വേരിയബിൾ റീജിയൻ്റെ സീക്വൻസുകൾ അമിനോ ആസിഡ് സീക്വൻസുകളല്ല മറ്റൊരു ആൻറ്റിബോഡിക്കുള്ളത്. ഓരോന്നും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ് സീക്വൻസുകളാണ് അതിൻ്റെ വേരിയബിൾ റീജിയനിലുള്ളത്, അല്ലെങ്കിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകൾ. നമ്മൾ ആൻറ്റിബോഡിയുടെ ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് പോർഷൻ ഓൾസോ. ഓക്കെ, ആൻറ്റിബോഡിയുടെ വീഡിയോ ലെക്ചർ ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ ഓരോ ആൻറ്റിബോഡിക്കും അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള യുണീക്ക് വേരിയബിൾ റീജിയനിൽ അമിനോ ആസിഡ് സീക്വൻസുകളുണ്ട്. അപ്പോൾ ഒരു ബി സെല്ല് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത ഒരു ബി സെല്ല് അത് വേറെ തന്നെ ആൻറ്റിബോഡി, ഫോർ എക്സാമ്പിൾ ഒരു ബി സെല്ല് ഇപ്പോൾ IgG ആൻറ്റിബോഡി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബി സെല്ല് IgM ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓരോന്നും ഒരു particular B cell, it produces a single species of antibody with a unique antigen binding site. Antigen binding സൈറ്റുകൾ നമ്മൾ പഠിച്ചു. IgGക്കും IgA അതേപോലെ IgDEക്കൊക്കെ രണ്ട് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റാണുള്ളത്. IgMന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. IgM കൺസിസ്റ്റ് ഓഫ് 10 ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. കാരണം അതൊരു പെൻഡാമർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചപ്പോഴേക്കും നമ്മൾ പറഞ്ഞു അല്ലേ, IgM ഇസ് എ പെൻഡാമർ. ബാക്കി 4 ആൻറ്റിബോഡിയും മോണോമേഴ്സ് ആണ്. ഓക്കെ, ഹിയർ ഐ വിൽ ഷോ ഡയഗ്രാം. ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം ബി സെല്ലുകളാണ്. ഇതൊരു ബി സെല്ല്, ഇതടുത്തത്. ഓക്കെ, ബി സെല്ലിൻ്റെ ഈ മെംബ്രെയിൻ ബൗണ്ടായിട്ട് ഇതിൻ്റെ മെംബ്രെയിൻ കാണുന്നതിൻ്റെ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ ഉണ്ട്. ഓക്കെ, ദിസ് റിസപ്റ്റർ ഇസ് കോൾഡ് ആൻറ്റിബോഡി. ഓക്കെ, ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബി സെല്ലിൻ്റെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററാണ് ആൻറ്റിബോഡി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു വൈ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു അല്ലേ. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനൊക്കെ ഉള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് സീക്വൻസുകൾ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് ആൻറ്റിബോഡിക്കുള്ളത്. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇതൊരു പെർട്ടിക്കുലർ ആൻറ്റിബോഡി, ബി സെല്ല്, ഇത് ആൻറ്റിബോഡി. ഈ കാണുന്നത് ഒരു ആൻറ്റിജൻ, ഏതെങ്കിലും ഒരു പാത്തോജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇമ്മ്യൂണോജറ്റിക് റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു ആൻറ്റിജൻ. ചിലപ്പോൾ അത് കെമിക്കൽ ആകാം, ഡ്രഗ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ആൻറ്റിജൻ, അല്ലെങ്കിൽ ഒരു മൈക്രോബിയൽ പാർട്ടിക്കിൾ ആയിരിക്കാം, ഏതെങ്കിലും ഒരു മൈക്രോബ് ആയിരിക്കാം. ഓക്കെ, ദിസ് ഇസ് ആൻ ആൻറ്റിജൻ. അപ്പോൾ ആൻറ്റിബോഡി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്പെസിഫിസിറ്റി നോക്കിയിട്ടാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റിബോഡി ബൈൻഡിങ് നടന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബി സെല്ല് ഇറ്റ് കണ്ടിന്യൂസ് ടു ഡിവൈഡ്. ഓക്കെ, ബി സെല്ല് ഡിവൈഡ് ചെയ്ത് പ്രോളിഫറേറ്റ് ചെയ്യും, ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്ത് മെയിൻലി 2 ടൈപ്പ് സെല്ലായിട്ട് അത് പ്രോളിഫറേഷൻ നടക്കും. വൺ ഇസ് പ്ലാസ്മ സെൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മെമ്മറി സെൽ. അപ്പോൾ ഒരു ആൻറ്റിബോഡി ബൈൻഡിങ് നടന്നു കഴിയുമ്പോൾ, ഒരു ബി സെല്ല് ബൈൻഡിങ് നടന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ബി സെല്ല് ഡിവൈഡ് ചെയ്യുകയും ഒത്തിരി പ്ലാസ്മ സെല്ലും അതേപോലെ മെമ്മറി സെൽസും ഫോം ചെയ്യും. ഇനി പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി പെക്യൂലിയർ സെൽസ് ഇൻ വിച്ച് ദേ ആർ ഓൺലി മെൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡി. ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ പ്ലാസ്മ സെല്ലിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ സെല്ല് മതി ഒത്തിരി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏത് ആൻറ്റിബോഡി? ഈ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും.
ഓക്കെ, ഇപ്പോൾ ഇതൊരു വൈറസ് ആണെങ്കിൽ ആ വൈറസിൻ്റെ ഔട്ടർ മോസ്റ്റ് മോളിക്യൂളിനായിട്ട് ബൈൻഡ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ് സീക്വൻസുകളുള്ള ആൻറ്റിബോഡി ആയിരിക്കും ഈ പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാ ആൻറ്റിബോഡിയും പ്രൊഡ്യൂസ് ചെയ്തില്ല. ആൻറ്റിബോഡി 5 ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനെ ബൈൻഡ് ചെയ്യാൻ ശേഷിയുള്ള ചിലപ്പോൾ IgG ആയിരിക്കും, അല്ലെങ്കിൽ IgA ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആൻറ്റിബോഡി ഈ പ്ലാസ്മ സെല്ല് ഒത്തിരിയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് പ്ലാസ്മ സെല്ലിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മെമ്മറി സെൽസ്. മെമ്മറി സെൽസിൻ്റെ ഒരു യുണീക്ക് ആയിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. അതായത് ഇൻ കേസ് ഒരു സെക്കൻഡ് ഒരു ഇൻഫെക്ഷസ് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോഴേക്കും ഈ മെമ്മറി സെൽസ് ഒത്തിരി കാലം ഈ നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ലാസ്റ്റ് ചെയ്തിരിക്കും. ഇത് ഒത്തിരിയും നാൾ നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിൽ ഒക്കെ ഒരുപാട് കാലം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സെല്ലാണ് മെമ്മറി സെല്ല്. അപ്പോൾ ഇൻ കേസ് ഒരു സെക്കൻഡ് ആയിട്ടുള്ളൊരു ആൻറ്റിജനിക് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മെമ്മറി സെല്ല് വേഗം പോയി ഈ ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്ത് മെമ്മറി സെല്ല് പ്രോളിഫറേറ്റ് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ഒത്തിരിയും പ്രോളിഫറേറ്റ് ചെയ്ത് വീണ്ടും പ്ലാസ്മ സെല്ലും അതേപോലെ മെമ്മറി സെല്ലും ഫോം ചെയ്യും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫങ്ഷനിങ്. ഓക്കെ, ഇതൊരു പ്രൈമറി ആൻറ്റിജനിക് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോഴേക്കും ആദ്യം എന്ത് സംഭവിക്കും? ബി സെല്ല് it continues to proliferate and divide to form plasma cell and memory cell. Plasma cell ന്റെ function എന്താ? It only produces a large number of antibody which is very specific to the antigen. ഈ ഒരു particular antigen സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ ഒരുപാട് മെമ്മറി സെൽസ് ഈ ബി സെല്ല് ഡിവൈഡ് ചെയ്യുന്ന വഴി മെമ്മറി സെൽസ് ഉണ്ടാകും. മെമ്മറി സെൽസ് ഒത്തിരി നാൾ നമ്മുടെ ബ്ലഡിൽ ടിഷ്യൂസിലൊക്കെ മെമ്മറി സെൽസ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന സെല്ലുകളാണ് മെമ്മറി സെൽസ്. ആ ഒരു പേര് തന്നെ ഉണ്ട്. ആക്ച്വലി ഇൻ കേസ് ഇതേ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജൻ സെക്കൻഡ് ടൈം ഇൻഫെക്ഷൻ കോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും മെമ്മറി സെൽസിൻ്റെ ഈ ആൻറ്റിബോഡി വേഗം തന്നെ ആൻറ്റിജനായിട്ട് ബൈൻഡ് ചെയ്ത് മെമ്മറി സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീവ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഇറ്റ് ഫോംസ് ലാർജ് നമ്പർ ഓഫ് പ്ലാസ്മ സെൽ ആൻഡ് ലാർജ് നമ്പർ ഓഫ് മെമ്മറി സെൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ പ്രൈമറി ഇൻഫെക്ഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് കുറച്ചും കൂടെ കുറവായിരിക്കും. സെക്കൻഡ് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ടൈമിൽ ചിലപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചും കൂടെ വീക്ക് ആയിരിക്കും. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വൈകും, അവിടെ ഒരു ഡിലേ ഉണ്ടാകും അത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ടൈം വരുമ്പോഴേക്കും ഭയങ്കര വാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ? സോ ദാറ്റ്സ് അബൌട്ട് ദി പ്ലാസ്മ സെൽ ആൻഡ് മെമ്മറി സെൽ. ഓക്കെ, ഇനി ഈ പ്ലാസ്മ സെല്ല് ഏകദേശം അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ഏകദേശം ഒരു 4 to 5 days മാത്രമേ പ്ലാസ്മ സെൽസ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഉള്ളൂ. മെമ്മറി സെൽ അങ്ങനെയല്ല കേട്ടോ. മെമ്മറി സെൽ ഒത്തിരി നാൾ മെമ്മറി സെല്ല് ലാസ്റ്റ് ചെയ്യുന്ന സെല്ലുകളാണ്. ഓക്കെ, സോ പ്ലാസ്മ സെൽസ് ദേ ആർ ദ ടെർമിനലി ഡിഫറൻഷിയേറ്റഡ് ബി ലിംഫോസൈറ്റ്. പിന്നെ ഒത്തിരിയും പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് പ്ലാസ്മ സെല്ല്. ബിക്കോസ് ദേ ആർ മെയിൻറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡി. ആൻറ്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും. തൗസൻഡ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാസ്മ സെൽസിൽ ഒത്തിരി ന്യൂക്ലിയൈ ദെൻ ഒത്തിരിയും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്ലാസ്മ സെൽസിൽ ഒത്തിരി ഉണ്ട്. പിന്നെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. 4 to 5 days ആണ് പ്ലാസ്മ സെൽസ് കാണപ്പെടുക. പിന്നെ മെമ്മറി സെൽസ് ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുന്ന ലോങ് ലീവ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ദേ റിമൈൻ സർക്കുലേറ്റിംഗ് ഇൻ ദ ബോഡി ഫോർ എ വെരി ലോങ് ടൈം. ഓക്കെ, പിന്നെ ദ സെയിം ആൻറ്റിജൻ വിച്ച് ഹാവ് ആക്ടിവേറ്റഡ് ദ നേവ് സെൽ. നേവ് സെൽ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനും മുന്നേ ഫേസ് ചെയ്യാത്ത സെല്ലുകൾ, ബി സെല്ലുകളിനെയാണ് നമ്മൾ നേവ് സെൽസ് എന്ന് പറയുന്നത്. ഒരു ആൻറ്റിജനുമായിട്ട് മുന്നേ ബൈൻഡ് ചെയ്യാത്ത പുതിയ ബി സെൽസിനെയാണ് നമ്മൾ നേവ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു സെക്കൻഡ് അറ്റാക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആൻറ്റിജനിക് അറ്റാക്ക് വന്നു കഴിയുമ്പോഴേക്കും മെമ്മറി സെൽസ് അതുമായിട്ട് ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും റാപ്പിഡായിട്ട് അത് ഡിവൈഡ് ചെയ്യുകയും പിന്നെ പ്ലാസ്മ സെല്ലും അതേപോലെ അനദർ സെറ്റ് ഓഫ് മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, so that's all about the B cells. Next we will study in detail about T lymphocytes. Thank you.